ദ ഡാംഡ് ഇറ്റ് ഈസ് എ ഡീസന്റ് ഹൊറർ ഫിലിം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹൊറർ ഫിലിം, വേണമെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ രണ്ട് രീതിയിൽ വേണമെങ്കിലും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാംഡ് എന്ന് പറയുന്ന റീസെന്റ് റിലീസായ ഹൊറർ ഫിലിമിനെ പറ്റിയാണ്. മൊത്തത്തിൽ ഈ ഒരു സ്റ്റോറിയുടെ സമ്മറി എന്ന് പറയുന്നത് ഒരു 19th സെഞ്ച്വറിയിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. ഒരു പഴയകാലമാണ്. അപ്പോൾ അവിടെ ഒരു വിഡോ ആൻഡ് അവരുടെ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് ഒരു ഐലൻഡ് ഓർ ഐസ്ലാൻഡ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. എക്സ്ക്ലൂഡഡ്, അതിന് ചുറ്റും എന്താണ് കുറച്ച് വെള്ളമൊക്കെ ഉള്ള അവരൊരു ഫിഷർമാൻ ഫാമിലിയാണ്. സോ ഒരു വിന്റർ നല്ല ഹാർഷ് ആവുന്ന സമയത്ത് ഒരു നല്ലൊരു ഫിഷ് കിട്ടിയില്ലെങ്കിൽ ചത്തുപോകും എന്നുള്ളൊരു അവസ്ഥ വരുന്ന സമയത്ത് ഇവർക്ക് ചെയ്യേണ്ടി വരുന്ന കുറച്ച് സംഭവങ്ങളാണ്. അവിടെ ഒരു ഫോറിൻ ഷിപ്പ് വരുന്ന സമയത്ത് ഇവരെ എടുക്കുന്ന കുറെ ഡിസിഷൻസ് പിന്നീട് അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന കുറെ മാറ്റങ്ങളും അവർ നേരിടേണ്ടി വരുന്ന കുറച്ച് സൂപ്പർ നാച്ചുറൽ ഓർ സൈക്കോളജിക്കൽ ഹൊറർ ആണ് ഈ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള പ്ലോട്ട് എന്ന് പറയുന്നത്. തിയോഡർ പാൽസൺ ആണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വിഷ്വൽ ട്രീറ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ, അതുപോലെ തന്നെ ആ ഒരു ഏരിയയുടെ ഒക്കെ വിഷ്വൽസ് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറെ വിഷ്വൽസ് ആണ്. ഐസ്ലാൻഡ് കിടക്കുന്നതും പിന്നെ ആസ് എ സിനിമ ഒരു ഹൊറർ ഫിലിം എന്ന സെൻസിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ആൻഡ് ജംപ്സ്കേഴ്സ് ഉള്ള ഒരു സിനിമയാണ്. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം എന്ന് പറയുന്നത് ടെൻഷൻ ബിൽഡ് ചെയ്യുക. അത് ഏകദേശം എല്ലാ ഹൊറർ ഫിലിമിലും ഉള്ളതാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ ക്രിസ്പായിട്ടുണ്ട്. നല്ല ക്ലിയർ കട്ട് എഡിറ്റിങ്ങിലൂടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ടെൻഷൻ ബിൽഡ് ചെയ്ത് മൗണ്ട് ചെയ്ത് വന്നിട്ടാണ് പല ഹൊറിഫിക് സീൻസുകളും എടുത്തിരിക്കുന്നത്. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതിലൊരു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡിങ് എന്ന് പറയുന്ന ഓപ്പൺ എൻഡിങ് ആണ്. നമുക്ക് ഇതൊരു എൻഡിറ്റി ആണോ അതോ അവരുടെ ഹാലുസിനേഷൻ ആണോ എന്നുള്ളൊരു ഡൗട്ട് ഒരു ഓപ്പൺ എൻഡിങ്ങിലായിട്ട് അവസാനിപ്പിച്ചിട്ടാണ് പോകുന്നത്. വിച്ച് ഇസ് ആക്ച്വലി എ ഗുഡ് തിങ്. നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻഡിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അതൊരു ഗോസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അല്ല, ഇത് ഒരു ഫിക്ഷൻ ആണ്, അപ്പോൾ സൈക്കോളജിക്കൽ ബ്രേക്ക് ഡൗൺ ആണെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഓവറോൾ ആ സ്റ്റോറിയുടെ ആർക്കും അതുപോലെ തന്നെ ഈ ഒരു മൂവി എക്സ്പീരിയൻസ് ഒക്കെ നോക്കുമ്പോൾ നല്ലൊരു ഹൊറർ ഫിലിമാണ്. ഹൊറർ ഫിലിമിൽ തന്നെ എന്താ പറയുക, എബോ ആവറേജ് നിൽക്കുന്ന ഒരു ഹൊറർ ഫിലിമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഇപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഓഫ് ഹൊറർ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഡാംഡ് കാണുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്.